സേ ആദ്യം ഇവിടേക്ക് താമസം മാറി വന്നപ്പോൾ ആദ്യം തന്നെ ഗിൻവുവിന് അവൾ ഒത്തിരി ഇഷ്ടപ്പെടും. എന്നിട്ട് ക്ലാസ്സിൽ ഇവള് പുതിയതായിട്ട് വരുന്നുണ്ട് വേറെ പിള്ളേരൊക്കെ ഇവളെ കണ്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ ആയി വരുവാണ്. ഇവളും എല്ലാം കുഴപ്പക്കാരിയായിരിക്കും എന്ന് പറഞ്ഞ് അവളെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവളുടെ അച്ഛനമ്മയും മരിച്ചോണ്ട് തന്നെ അവരൊക്കെ ചിലപ്പോൾ മരിക്കാനുള്ള കാരണം സെയ്യെ തന്നെ കൊന്നായിരിക്കും എന്ന് പറഞ്ഞ് അവരൊക്കെ പറയുമ്പോൾ തന്നെ അവൾക്ക് നല്ല ദേഷ്യമാകും. അപ്പോഴാണ് ഗിൻവു ആണ് ഇവൾ ഒളിമ്പിക്സ് ലെവലിലൊക്കെ ലോങ് ജമ്പ് കളിക്കുമെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഇവളെ കുറിച്ച് പൊക്കി പറയുമ്പം അവളും പെട്ടെന്ന് സൈലന്റ് ആകും. അതിനുശേഷം അവിടേക്ക് വരുന്ന കിംനാറിയും ഇനി ഇവരെല്ലാം പ്രശ്നം ചെയ്യാണ് അവളുടെ അടുത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവളും കൂടെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഹോംവർക്ക് വല്ല ഹെൽപ്പ് ചെയ്യാണ് അതിന് ഹാജുനോടെന്ന് പറയുമ്പം അവന് ഞാനെന്തിന് ഹോംവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് നോക്കും. അപ്പോഴാണ് സെയ്യെ കണ്ട് അവൻ ഇഷ്ടപ്പെട്ടിട്ട് ഒക്കെ പുതിയ ബെങ്കൊച്ചാണ്ട് സംശയമൊക്കെ തീർത്തരാന്ന് അവൻ സമ്മതിക്കും. അതിനുശേഷം ഹെയ്യുങ്ങാണ് അവിടേക്ക് വന്നിട്ട് അവന്റെ ഇരിക്കുന്ന ഒരു ടോയ് കൊടുത്ത് ഡീമൺസിന്റെ അടുത്തിരുന്നൊക്കെ ഈ സാധനം ഇവളെ സംരക്ഷിക്കുമെന്ന് പറയും. അങ്ങനെ അത് കേട്ടതോടെ അവൾക്കാണ് ചിരി വരും. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം കുട്ടിക്കാലം തൊട്ട് ഫ്രണ്ട്സ് ആയിരുന്ന ഇപ്പൊ ഇവരുടെ ഫ്രണ്ട് വെച്ച് തന്നെ ഹെയ്യും മരിച്ചു വന്ന കണ്ട് അവർ മൊത്തത്തിൽ തകർന്നു. അതിനുശേഷം പോലീസും CCTV ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് സത്യത്തിൽ സൂസൈഡ് എന്നാന്ന് പറഞ്ഞ് അവർ കേസാൻ ക്ലോസ് ചെയ്യും. അങ്ങനെ അതിനുശേഷം സെയ്യും അവളെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവൾ ഇന്നലെ അവന്റെ വീട്ടിൽ പോയ കാര്യം ഓർത്ത് നോക്കും. കാരണം ഇവൾക്ക് അവന്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവൾ ഇന്നലെ തന്നെ അവന്റെ വീട്ടിൽ ചെന്ന് ഗിഫ്റ്റ് കൊടുത്താണ്. അതുകൊണ്ട് ബർത്ത്ഡേക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് സോറി പറയുമ്പം അവനും ഇവള് മാത്രമൊന്നല്ലല്ലോ ഗിൻവു ആരും തന്നെ ബർത്ത്ഡേക്ക് വരത്തില്ലെന്ന് അവൻ അറിയാന്ന് പറയും. അപ്പോഴാണ് അവളും അവന്മാർക്ക് എന്തിനാ വരാതിരിക്കണം അവന്മാരൊക്കെ തീർച്ചയായിട്ടും വരും പറഞ്ഞ് ഇവള് ഗിഫ്റ്റ് കൊടുത്തിട്ട് പോകുമ്പം അവനും പെട്ടെന്ന് കരഞ്ഞോണ്ട് ഞാൻ വിചാരിച്ച് നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഫോണിൽ സംസാരിച്ചെന്ന്, പക്ഷെ സത്യത്തിൽ നീയല്ല എന്നെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചെന്ന് സോറി ചെയ്യാ എന്നിന് അവൻ പറഞ്ഞേക്ക് ആലോചിച്ച് ഇവൾ ഇവിടുന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പം അവളുടെ കോച്ചാണ് ഇവളുടെ അവസ്ഥ കണ്ടിട്ട് ഈ ആഴ്ച ഇവൾ ഇനി ട്രെയിനിങ് ഒന്നും വരണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ പറയും. അപ്പോഴാണ് അവളും ഓക്കെ കോച്ച് എന്ന് പറഞ്ഞ് അവൾ പതിയെ നടന്നു പോകുമ്പം ഇവൾക്കൊരു കാര്യം ഓർമ്മ വരും. ഇന്നലെ ഗിൻവു മറ്റേ ആപ്പിനകത്ത് ഈ ആഴ്ച ട്രെയിനിങ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞാണ്. ഒരു അത് കാരണമാണോ കോച്ച് ഇങ്ങനെ തീരുമാനിച്ചെന്ന് പറഞ്ഞ് അവൾ വരുന്ന കോച്ചിനോട് അതൊന്നും കുഴപ്പമില്ല ഞാൻ ട്രെയിനിങ്ങിന് വരാമെന്ന് അവൾ പറയുമ്പോൾ തന്നെ മുകളിൽ നിന്നൊരു ബോർഡാണ് ഇവളുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് വീഴും. അങ്ങനെ അത് കണ്ട് അവൾ പേടിച്ചു പോയി നിൽക്കുമ്പം ഇതേ സമയം ഗിൻവിന്റെ ഫോണിലേക്ക് ഇവന്റെ ആഗ്രഹം സാധിച്ചെന്ന് പറഞ്ഞ് ആപ്ലിക്കേഷനിൽ നിന്ന് മെസ്സേജ് വരും. അതോടെ അടുത്ത സെക്കൻഡ് ഇവിടെ ചെയ്യാ നേരെ അവനെ കാണാൻ വന്നിട്ട് ആപ്പിനകത്ത് വല്ലതും ടൈമർ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവള് പേടിച്ചുകൊണ്ട് അവനോടും ചോദിക്കും. അപ്പോഴാണ് അവനും അതെന്ത് പറ്റി നിന്റെ ട്രെയിനിങ് ക്യാൻസൽ ആയോ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് ഇവൻ പറഞ്ഞ പോലെ തന്നെ ഇവന്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞെന്ന് അറിയും. അങ്ങനെ അതിനുശേഷം ഇവരെ കൊന്നേർന്ന് ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഇവർക്കിപ്പോ മനസ്സിലായി ആപ്പിനകത്ത് ആഗ്രഹം പറഞ്ഞ് അത് നടന്നു കഴിയുവാണ് അടുത്ത സെക്കൻഡ് ആ ടൈമർ തീരുമ്പോൾ ഇവരൊക്കെ മരിച്ചു പോകുന്നു. അതുകൊണ്ട് ഇത് എങ്ങനെയൊക്കെ തടഞ്ഞു നിർത്തണം എന്ന് പറഞ്ഞ് സെയ്യ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് കേട്ട് നാറിയാണ് ടെൻഷനായിട്ട് ഒരു ആപ്പ് ടൈമർ തീരുമ്പോൾ നമ്മളെ കൊല്ലുന്ന പറഞ്ഞാൽ ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ, നിങ്ങൾക്ക് എന്ത് മണ്ടത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിന് അവള് വെപ്രാളപ്പെടുമ്പം സെയ്യാണ് നമ്മളെല്ലാരും നേരിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് ഹെയ്യോൻ ഇപ്പൊ അങ്ങനെ മരിച്ചുപോയെന്ന് അറിയും. അപ്പോഴാണ് അവൾ അത് വിശ്വസിക്കാതെ അതിനർത്ഥം ആപ്പിനകത്തെല്ലാം പ്രേതം പിടിച്ചേക്കണോ സെയ്യ നീ പറയുന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കണോ എന്നിന് അവളും ചോദിക്കുമ്പം ഇത് കേട്ട് സെയ്യം ദേഷ്യത്തി കൺമുമ്പിൽ തന്നെ അവൻ മരിച്ചു പോയിട്ട് നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ തർക്കമാകുമ്പോൾ തന്നെ ഗിൻവു ആണ് കിംനാറിയെ മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് അവളും വിഷമിച്ചിട്ട് അതെന്തിന് എന്നോട് മാത്രം പറയുന്നത് ഇവളോട് പറയാത്ത എന്താന്ന് പറഞ്ഞ് അവൾക്ക് നല്ല ദേഷ്യം. അപ്പോഴാണ് സെയ്യും അവൾക്ക് ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് സ്വന്തം അച്ഛനമ്മയുടെ മുഖം പോലും ഓർമ്മയില്ല ഇപ്പൊ കൺമുമ്പിൽ അവളുടെ ഏറ്റവും നല്ല ഫ്രണ്ടായ ഹെയ്യുങ് മരിച്ചുപോയെന്ന് അറിഞ്ഞ് ഇനി ഇതേപോലെ നമുക്ക് ആർക്കും സംഭവിക്കില്ലെന്ന് അറിഞ്ഞ് അവള് പേടിച്ചുപോയിരിക്കുമ്പം അതേസമയം ഹാജുനാണ് ആ ഫോൺ റീസെറ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഈ ആപ്പ് മാത്രം ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അറിയും. അങ്ങനെ അതിനകത്തുള്ള ടൈമർ ഇപ്പോഴും അതേപോലെ ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അവനും നമുക്കിതെന്റെ ലാപ്ടോപ്പും കൊണ്ട് ഒന്ന് കോഡിങ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് അവനും പറയുമ്പം സെയ്യാണ് എങ്കിൽ പിന്നെ അവളുടെ വീട്ടിൽ വെച്ച് ഇന്ന് രാത്രി എല്ലാവർക്കും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് കിംനാറിയോട് വരുന്നതെന്ന് ചോദിക്കുമ്പം അവളും തീർച്ചയായിട്ടും വരാമെന്ന് പറയും. അതിനുശേഷം വീട്ടിലേക്ക് വന്നിട്ട് ഗുന്നാണ് അവൾക്ക് ധൈര്യത്തിന് കൂടെ വരട്ടെ എന്ന് ചോദിക്കുമ്പം അവളും ഇവനും അതേപോലെ വിഷമത്തിലായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പം പെട്ടെന്ന് സെയ്യാണ് ഇവനെ ഫോൺ വിളിക്കും. അതുകൊണ്ട് അവനും ഇവളെന്തിനെ വിളിക്കുന്നതെന്ന് പറഞ്ഞെടുക്കുമ്പം അവൾ ഇവന്റെ ബാക്കി ഫ്രണ്ട്സും കൂടെ ഹെയ്യങ്ങിനോട് സംസാരിച്ച പോലെ തന്നെ ഇപ്പൊ ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവൻ ആ ഹെയ്യങ്ങിനെ പോലെ ചെറ്റത്തരൊക്കെ വിശ്വസിച്ച് എഴുതി വെച്ച അവസാനം ഇപ്പൊ മരിക്കാൻ പോവാന്ന് പറഞ്ഞ് അവരൊക്കെ കളിയാക്കി ചിരിക്കുമ്പം ഇത് കേട്ട് ഇവനാണ് പേടിച്ചിട്ട് സത്യത്തിൽ അവരൊക്കെ ഇങ്ങനെ സംസാരിക്കത്തില്ലെന്ന് മനസ്സിലാക്കി അവ നേരെ കോള് കട്ട് ചെയ്യാതെ അവളുടെ വീട്ടിലേക്ക് ഓടി ചെല്ലും. അപ്പോഴാണ് അതേസമയം അവളും ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു ചോദിക്കുമ്പം അവനത് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഫോൺ ഇവളുടെ അടുത്തേക്ക് നീട്ടും. പക്ഷെ അപ്പോഴേ കോള് കട്ടായി പോയി. അതുകൊണ്ട് തന്നെ അവനും ഇവളിപ്പോ വിളിച്ചായിരുന്നു പക്ഷെ ഇവളെ പോലെ ആരാണ്ടൊക്കെയോ സംസാരിച്ചെന്ന് പറഞ്ഞ് അവൻ ആരാണ്ട് ഫോൺ ഹാക്ക് ചെയ്തേക്കോന്ന് അറിയുമ്പം ഇവളാണ് ഇവൻ പറഞ്ഞെല്ലാം കേട്ടിട്ട് ഇതേപോലെ ഹെയ്യുങ് എന്നോട് പറഞ്ഞ് നമ്മളൊക്കെ അവനെ വിളിച്ച് സംസാരിച്ചായിരുന്നു എന്നിന് അവള് പറഞ്ഞ ശേഷം ഇവരുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് വന്നിട്ട് ആപ്പ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് ഹാജും കോഡിങ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞ് അവനൊന്നും മനസ്സിലാകാതിരിക്കുമ്പം അടുത്തിരുന്ന് അവരൊക്കെ എങ്കിൽ പിന്നെ ഈ ആപ്പിലെ ടൈമറെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതൊക്കെ സിമ്പിളാന്ന് പറഞ്ഞ് അവൻ കോഡിങ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെക്കുമ്പം ഈ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ആയി മതി
എന്ന് പറഞ്ഞ് അവന് വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ആ സമയത്താണ് പെട്ടെന്ന് ഗിൻവോ ആണ് അവന്റെ കണ്ണി പിടിച്ച് ഞോണ്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവരൊക്കെ ഇവൻ എന്തോ കാണിക്കുന്നു ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവൻ അവരെയൊക്കെ പിടിച്ച് തള്ളിയിട്ടിട്ട് അവൻ അങ്ങോട്ടേക്ക് നോക്കി പേടിച്ചു പോയിരിക്കും. അതേസമയം പെട്ടെന്ന് തന്നെ ഇത് കാണുന്ന നാറിയും കൂടെ പേടിച്ചു പോകും. അങ്ങനെ ആ സമയത്താണ് ഹെയ്യുങ്ങിനെ പോലെ തന്നെ കൺട്രോൾ ഇല്ലാതെ ഇവന്റെ കൈയും തന്നെത്താനെ അവന്റെ വിരളും കൊണ്ട് തന്നെ അവന്റെ കണ്ണി കുത്തും. അങ്ങനെ ഇത് കണ്ട് ഇവരൊക്കെ പേടിച്ച് ശബ്ദം ഉണ്ടാക്കുമ്പോൾ കിംനാറിയാണ് അവൾ ഇതൊക്കെ കണ്ട് വിറച്ചോണ്ട് അവളെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഹാജുൻ ചെന്ന് അവനെ തടഞ്ഞു നിർത്താൻ നോക്കുമ്പോൾ ഇവിടെ സേയ് അപ്പം തന്നെ ആംബുലൻസിനെ വിളിച്ച് ഇവനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതോടെ അടുത്ത നിമിഷം ഗിന്നുന്റെ ഫോൺ റീസ്റ്റാർട്ടായി വീണ്ടും ടൈമർ കാണിക്കാൻ തുടങ്ങിയ ഉടനെ അവനങ്ങ് നിശബ്ദനാകും. എന്നിട്ട് അവന്റെ ദേഹത്ത് പ്രേതം കയറിയ പോലെ അവൻ അവിടെ ചിരിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് സേയാണ് പോലീസിനും കൂടെ വിളിക്കണമെന്ന് പറഞ്ഞ് അവള് പറയുമ്പോ തന്നെ അവൻ ഇവളെ അടിച്ചങ്ങ് തറയിലാക്കും. അങ്ങനെ അവന്റെ ദേഹത്ത് ഒരു പ്രേതം ഇപ്പൊ കയറിയേക്കുക. ഇതറിയാതെ ഹാജുൻ അവൻ ചെന്ന് തടഞ്ഞു നിർത്താൻ നോക്കുമ്പോൾ ആ പ്രേതം അവനെ പിടിച്ച് പൊക്കിയിട്ട് അവന്റെ കഴുത്തെറിച്ച് കൊല്ലാൻ വേണ്ടി പോകും. അങ്ങനെ ഇതൊക്കെ ഒരു പേടിയോടെ മൂലക്കിരുന്ന് കിംനാറി റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. അതേസമയം ആ പ്രേതം ഹാജുനെ ബോധമില്ലാത്ത അവസ്ഥയിലാക്കുമ്പോൾ അവൻ മരിക്കുന്നു പേടിച്ചിട്ട് പെട്ടെന്ന് ആ ലാപ്ടോപ്പ് എടുത്ത് സേ അവന്റെ തല നോക്കി അങ്ങ് അടിക്കും. അങ്ങനെ അതോടെ അടുത്ത സെക്കൻഡ് ഗിന്നു ആണ് ബോധം കെട്ട് അവിടെ തന്നെ വീഴുന്നു. അങ്ങനെ അതിനുശേഷം അവനെ ചെന്ന് ആശുപത്രിയാക്കുമ്പം സേ ആണ് അവനോർത്ത് വിഷമിച്ചിട്ട് അവനിപ്പോൾ എങ്ങനെയുണ്ട് ആൻറ്റി എന്ന് പറഞ്ഞ് അവളുടെ ആൻറ്റിയോട് തിരക്കും. അപ്പോഴാണ് അവൻ തൽക്കാലം ഐസിയുലുള്ള പക്ഷെ അവന്റെ മുറിവ് കാരണം എന്നാലും അവൻ ബോധം കിട്ടി വീഴുന്ന എന്തോ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് എന്തായാലും അവൻ തൽക്കാലം സീരിയസ് ആണെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവൾ അവനോർത്ത് വിഷമിച്ചിരിക്കുമ്പം പിന്നീട് അവിടേക്ക് ഇരുന്ന കിംനാറിയാണ് ഇവളുടെ വീട്ടിൽ നിന്നെല്ലാം സാധനം എടുത്തോണ്ട് വരണം ചോദിക്കും. അപ്പോഴാണ് അവളും അതൊക്കെ ആൻറ്റി എടുത്തോണ്ടെന്ന് പക്ഷെ നിന്റെ ബാഗ് എൻ്റെ വീട്ടിലല്ലേ എന്ന് പറഞ്ഞ് വേണേ ചെന്ന് എടുത്തോളാൻ പറയും. അങ്ങനെ വീടിന്റെ പാസ്വേഡ് അവളുടെ ബർത്ത്ഡേ ഡേറ്റ് ആണെന്ന് പറയുമ്പോൾ ഇതേ സമയം തന്നെ ഇവിടെ ഹാജുൻ വീണ്ടും അവനെ കൊണ്ട് ആപ്പ് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ചേച്ചി വീണ്ടും ഇവനെ ഫോൺ വിളിക്കും. അങ്ങനെ അതുകൊണ്ട് അവന് ഫോൺ എടുക്കുമ്പോൾ അവന്റെ ചേച്ചിയും ദേഷ്യത്തി ഇവൻ എന്തുവാണ് ചെയ്യുന്നത് അത് മര്യാദയ്ക്ക് ഇപ്പം തന്നെ നിർത്താൻ വേണ്ടി പറയും. കാരണം ഇവൻ ആ ആപ്പിനെ ഇല്ലാതാക്കാൻ നോക്കി ആ പ്രേതത്തിനെ ദേഷ്യപ്പെടുത്തി. അങ്ങനെ അതുകൊണ്ട് തന്നെയാ ഇവന്റെ കൂട്ടുകാരൻ അങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഇവനാണ് ഞെട്ടിപ്പോയിട്ട് ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് എങ്ങനെ അറിയാന്ന് പറഞ്ഞ് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും ആ പെങ്കൊച്ചു മാത്രം ആ പ്രേതത്തിനെ അടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവൻ ജീവനോട് കാണത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് അവളുടെ സ്ഥലത്തേക്ക് വരാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നീയല്ലേ എന്നെ ചവിട്ടി പുറത്താക്കിയെന്ന് പറഞ്ഞ് ഇപ്പം എന്തിനാ വിളിക്കുന്നെന്ന് ചോദിക്കുമ്പം അതേസമയം തന്നെ ഇവന്റെ ചേച്ചിയാണെ അറിയാൻ വരും ഇപ്പോൾ സേയ പ്രശ്നത്തിലുള്ളതെന്ന്. അതുകൊണ്ട് അവള് പേടിച്ചിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്ത പെങ്കൊച്ചിപ്പ് എവിടാന്ന് ചോദിക്കുമ്പം അതേസമയം തന്നെ ഇവിടെ അവളാണ് ആശുപത്രി വെച്ച് ആ ഗിരിക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഗന്നു പഴയതുപോലെ ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞ് അവൻ നല്ല രീതിക്ക് ജീവിക്കാൻ വേണ്ടി ഇവളിപ്പോൾ ആഗ്രഹിക്കും. അങ്ങനെ അതിന് പകരം ഇവളുടെ ജീവൻ ഇപ്പൊ പോകാൻ പോവുക. അതുകൊണ്ട് അവിടെ ഓടിയെത്തുന്ന ഹാജുനാണ് ഇവളിപ്പോൾ ചെയ്ത കാര്യം അറിഞ്ഞിട്ട് ഇവൾ എന്തിനാ ആഗ്രഹം ചോദിച്ചതെന്ന് പറഞ്ഞ് ടൈമർ തീർന്നോ ഇവള് മരിച്ചു പോകത്തില്ലെന്ന് പറയുമ്പോൾ അവളാണ് ഇന്നെ ഇഷ്ടപ്പെട്ട ഒരു കൺമുമ്പി മരിക്കുന്നത് ഇവളെ കൊണ്ട് കണ്ട് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഗിന്നുവിനെയും ഹെയ്യുങ്ങിനെയും കൊല്ലാൻ നോക്കുന്ന ആ പ്രേതത്തിന് ഇവൾ കാണണമെന്ന് പറയും. കാരണം ആപ്പിനകത്ത് ആഗ്രഹം ചോദിക്കുന്നവർക്ക് മാത്രമേ ആ പ്രേതത്തിനെ കാണാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവൾക്കും ആ പ്രേതത്തിനെ കണ്ടാല് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ ആ സമയത്താണ് ഇപ്പൊ ഇവളുടെ വീട്ടിലേക്ക് പോയ കിംനാറിയെ കാണിക്കുന്നത്. അവളുടെ ഫോണിൽ എടുത്ത വീഡിയോ വീണ്ടും പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഗിന്നുവിന്റെ ഫോൺ എവിടെ ചെന്ന് വീണെന്ന് അവൾ തപ്പി നോക്കും. അതിനുശേഷം അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവന്റെ ഫോണിലെ അതേ ടൈമർ പോലെ തന്നെ ഇവളുടെ ഫോണിൽ ഒരു ടൈമർ ഓണായി കിടക്കും. പക്ഷെ അവളുടെ ടൈമർ നിന്ന് കിടക്കുക. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ അവൾ അവന്റെ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവന്റെ ഫോണിലെ ടൈമറും കൂടെ സ്റ്റോപ്പ് ആകും. അങ്ങനെ ഇത് കണ്ട് അവള് ഇവന്റെ എങ്ങനെ സ്റ്റോപ്പായി എന്ന് പറഞ്ഞ് അവള് ഷോക്കാകും. അങ്ങനെ ഈ സീനോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ കിംനാറിയുടെ ഫോണിൽ ടൈമർ ഉണ്ടെങ്കിൽ അവളും തീർച്ചയായിട്ട് ഇവരറിയാതെ എന്തോ ആഗ്രഹം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവളുടെ ടൈമർ മാത്രം എങ്ങനെ നിന്നേന്ന് നമ്മൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലാണ് അറിയാൻ പോകുന്നത്. സോ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ കഥ മുന്നോട്ട് തന്നെ പോകും. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഇപ്പം തന്നെ താഴെ കമൻറ്റിൽ പറയുക ആരൊക്കെയാണ് കട്ട വെയിറ്റിംഗ് എന്ന്. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം.